അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു TP-Linkന്റെ പുതിയൊരു റൗട്ടർ വാങ്ങിയിട്ടുണ്ട്, AX3000 എന്ന് പറയുന്നത്. ഇരിക്കുന്നത് AX1000 ആണ്. എന്തുകൊണ്ട് 3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ മൊത്തം TP-Link ഐറ്റംസ് ആണ്. ക്യാമറ ആയാലും നമ്മുടെ റൗട്ടേഴ്സ് ആയാലും എല്ലാം TP-Link ആണ്. അതുകൊണ്ടാണ് TP-Link തന്നെ പോകുന്നത്. അവരുടെ കണക്ടിവിറ്റി എനിക്ക് ഇഷ്ടമാണ്, എളുപ്പമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സ്പെസിഫിക്കലി എന്തുകൊണ്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ NAS ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ NASൽ നമുക്ക് 2 പോർട്ട് വരുന്നുണ്ട്. 2.5ൻ്റെ ഒരെണ്ണവും ഒരു 1 GHz ഒരു 2 പോർട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ 2 യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഇന്റർനെറ്റിനും ഒന്ന് നമ്മളെ ഡേറ്റയ്ക്കുമായിട്ടാണ് ഇപ്പോൾ അത് കോൺഫിഗർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഉള്ള പ്രശ്നത്തിൽ നമുക്ക് 3 സിസ്റ്റം ഇരിപ്പുണ്ട്. 3 സിസ്റ്റം പിന്നെ ഫോണ് കാര്യങ്ങൾ എല്ലാത്തിനും വൈഫൈ ആക്സസ് ചെയ്യേണ്ടത് നമ്മൾ ഇതുവഴി തന്നെയാണ്. ഡേറ്റാസും നമ്മുടെ സെർവറിനാണ് മാക്സിമം എഡിറ്റിംഗ് എല്ലാം പോകുന്നത് സെർവറിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ബോട്ടിലേക്ക് ആവുന്നുണ്ട്. ഒരേ സമയം 2 എണ്ണത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റിംഗ് കുറച്ച് സ്ലോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം വെച്ചാൽ ഇതിൽ ലിങ്ക് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് 2 പോർട്ട് കൂടെ ഉപയോഗിച്ച് നമുക്ക് 2 GHz സ്പീഡ് ലിങ്ക് അഗ്രിഗേഷൻ വഴി കിട്ടും. നോർമലി നമുക്കത് കോൺഫിഗർ ചെയ്യാൻ പറ്റത്തില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ലിങ്ക് അഗ്രിഗേഷൻ കോൺഫിഗർ ചെയ്യാം. മാത്രമല്ല ഇത് കുറച്ചും കൂടെ ബെറ്റർ വൈഫൈ ആണ്. വൈഫൈ 6 ഇപ്പോൾ ഇരിക്കുന്നത് വൈഫൈ 6 ആണ്. ഇത് വൈഫൈ 6 ആണ്. കുറച്ചും കൂടെ റേഞ്ച് കൂടുതൽ കിട്ടും. പിന്നെ ആസ് യൂഷ്വൽ ഇത് ഈസി മെഷ് കോമ്പാക്റ്റബിൾ ആണ്. നമുക്ക് ഒരുപാട് ഇതിനെ ഒരെണ്ണത്തിന് മാസ്റ്റർ ആക്കി വെച്ചുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും സബ്സിഡറി ആയിട്ടോ സാറ്റലൈറ്റ് എന്നൊക്കെ എങ്ങനെയാണോ പറയാം, റേഞ്ച് എക്സ്റ്റൻഡേഴ്സ് ആയിട്ടോ എല്ലാം ഒറ്റ ആക്സസ് പോയിന്റ് മതി. സ്വിച്ചിങ് സംഭവിക്കില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വൈഫൈ റേഞ്ചിന് അടുത്ത വൈഫൈ റേഞ്ചിലോട്ട് പോകുമ്പോഴത്തേക്കും സാധാരണ ഡിസ്കണക്ട് ആയി കണക്ട് ആവേണ്ടി ചെയ്യണം. ഇതെല്ലാം ഒരു ഈസി മെഷിൻ്റെ സാധനത്തിൽ വരുമ്പോഴത്തേക്കും ഒറ്റ ആക്സസ് പോയിന്റ്. അതായത് നമുക്ക് നെസ്റ്റ് ആവണമെന്ന് പറയുന്ന ഒരെണ്ണം മതി എല്ലായിടത്തും. മറ്റേ 1, 2, 3 അങ്ങനെ സെപ്പറേറ്റ് ഡിസ്കണക്ട് ആയി കണക്ട് ആവണം. അപ്പോൾ സെയിം നെയിം SSID കൊടുത്തു കഴിഞ്ഞാലും ഒരു ഡിസ്കണക്ട് ആയി തന്നെയാണ് കണക്ട് ആവുന്നത്. ഈസി മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമേ കൺട്രോൾ, ബാക്കിയെല്ലാം ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതിൽ കോൺഫിഗർ ചെയ്ത് കൊടുക്കും. ബാക്കി ഇതിൽ എന്ത് സെറ്റിംഗ്സ് വരുന്നോ ആ സെറ്റിംഗ്സ് അതിൽ തനിയെ അപ്ലൈ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഇപ്പോൾ ഈസി മെഷീൻ എന്ന് പറഞ്ഞാൽ 1 മെഷീൻ എന്ന് പറഞ്ഞതായിരുന്നു. TP-Linkന്റെ മാത്രം ഒരു ഇതായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ റൂൾ ഒന്നും EUവിൻ്റെ ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ, എല്ലാത്തിലും ഈസി മെഷീൻ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ TP-Link അല്ല വേറെ ഡിവൈസ് ആണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഡിവൈസസിൽ തമ്മിൽ കണക്ട് ചെയ്യാം. ഇപ്പം അതാണ് മെയിൻ ആണെങ്കിലും TP-Link സബ്സിഡി ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കംഫർട്ടബിളും അതിൻ്റെ എല്ലാം TP-Link ആണ്. കോൺഫിഗറേഷൻസ് എല്ലാം എളുപ്പം അറിയാവുന്നതുകൊണ്ടാണ് TP-Link തന്നെ ഫുൾ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇത് പൊട്ടിച്ച് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് ജസ്റ്റ് TP-Link ടെതർ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം RDA ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. വീട്ടിൽ നമുക്ക് പൊട്ടിക്കാം. പഴയ ഡിവൈസിൻ്റെ സെയിം ലുക്ക് തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നും എനിക്ക് കണ്ടിട്ട് ഫിസിക്കലി തോന്നുന്നില്ല. ബാക്കി ഇതെല്ലാം ഉണ്ട്. പ്രോ കേബിൾ വേറെ ഒന്നുമില്ല. എൻ്റെ കുറച്ച് മാഗ്നറ്റ്സ് പ്രോ കേബിൾ. അതിൻ്റെ പീൽ ഓഫ് നമുക്ക് കൊണ്ട് വെച്ചതിന് ശേഷം പീൽ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ അഴുക്ക് എന്തായാലും ആവും, എന്നാലും ഇത്രത്തോളം കുറഞ്ഞിരിക്കും. അത് കേബിൾ വന്നു അതിൻ്റെ കൂടെ വളരെ കുറച്ച് ലെങ്തേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത അത്യാവശ്യം ജിഗാബിറ്റ് സ്പീഡ് കിട്ടുന്ന ഒരു തന്നെയാണ്. ജിഗാബിറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ് 1 GB/s കിട്ടും. അത് നമ്മളെ പ്ലാൻ അനുസരിച്ചാണ്. ഈ ജിഗാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ഷനാണ്. 1 GB/s ഒക്കെ ഉള്ള സ്പീഡുള്ള നെറ്റ്വർക്ക് നമ്മൾ ജിയോയ്ക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണിലും ആ സ്പീഡ് കിട്ടും. നമുക്ക് ജിഗാബിറ്റ് എത്തനിട്ട് വന്നാൽ പോലും നോർമലി നമുക്ക് മൊബൈലിൽ കിട്ടണമെന്നില്ല. പക്ഷെ ഇതിൻ്റെ വൈഫൈ 6 ആയതുകൊണ്ടും ബാൻഡ്വിഡ്ത്ത് കുറച്ച് കൂടിയ ബാൻഡ്വിഡ്ത്താണ്. അപ്പോൾ ആൾമോസ്റ്റ് 1.3 GB/s അടുത്ത് നിന്നാലാണ്. കുറച്ച് ദൂരം പോകുന്നത് മാറും ആണ് അവർ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഈ കൃത്യമായിട്ട് ഇതിൽ ബോക്സിൽ കൊടുത്തില്ല. പക്ഷേ എൻ്റെ ഒരു നോളജിൽ 1.3 1.4 GB/s വരെ നമുക്ക് വൈഫൈ വഴി ആക്സസ് ചെയ്യും എന്നാണ് അതിൽ കാണിച്ചിരുന്നത്. അത്രയൊന്നും നമുക്ക് ഒരിക്കലും വരത്തില്ല. എന്തായാലും അത്രയും സപ്പോർട്ട് ചെയ്യാൻ ബാൻഡ്വിഡ്ത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അതുകൊണ്ടാണ് കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഡിവൈസ് വരുന്നുണ്ട്. ക്യാമറ മാത്രം 10 എണ്ണം വരുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഫോൺ, ലാപ്ടോപ്സ്, ടാബ്ലറ്റ് അങ്ങനെ ഒരുപാട് മൊത്തം ഇപ്പം നെറ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നെറ്റ് ഇല്ലാത്തൊരു
പാടാണ്. അപ്പോൾ പിന്നെ ഇതിലാകുമ്പോഴത്തേക്കും നമുക്ക് സെക്യൂരിറ്റിയും കുറച്ച് ഫയർവാൾ കാര്യങ്ങളൊക്കെ ബിൽഡ് ആയി വന്നു. വലിയ സെക്യൂരിറ്റി എന്നല്ല, എന്നാലും അത്യാവശ്യം സെക്യൂർഡ് ആണ് ഈ സാധനം. അതുകൊണ്ടാണ് ഞാൻ TP Link തന്നെ മാക്സിമം ചൂസ് ചെയ്ത് പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് TP Link ആണ്, ബാക്കിയുള്ളത് കമ്പനി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണക്ഷൻ വെച്ചാൽ ഒന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് നമ്മളെ സ്റ്റുഡിയോ റൂം സ്ഥലത്തേക്ക്. അവിടെ ഒരു സാറ്റലൈറ്റ് ഇതുണ്ട്, ഒരു സ്ലീവ് റൗട്ടർ. ഇത് നമ്മൾ ഇവിടുത്തെ സ്വിച്ചിലേക്ക്, ഈ സ്വിച്ചിൽ നിന്നാണ് ഇവിടുത്തെ അകത്ത റൗട്ടർ. ഇതിൽ നിന്ന് നമ്മൾ ഇവിടത്തേക്ക് ഒരു വൈഫൈ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ 2 ലാപ്ടോപ്പ്, പിന്നെ ഒന്ന് നമ്മളെ പ്രിൻ്ററിൻ്റെ കണക്ഷനാണ്. അതെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും വർക്കിംഗ് ആയിരിക്കത്തില്ല, എല്ലാം ലൈറ്റ് കത്തണമെന്നേ ഉള്ളൂ. ഇത് ഒരു സാധനം വർക്കിംഗ് ആയിരിക്കത്തില്ല. ഓക്കെ, ഇത് ഓണാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ലാപ്പിലോ സിസ്റ്റത്തിലോ കണക്ട് ചെയ്ത്, ഇപ്പോൾ ഏതെങ്കിലും കണക്ട് ചെയ്ത് നമ്മൾ റൗട്ടിംഗ് കോൺഫിഗറേഷൻ ചെയ്യണം. അപ്പോൾ അതിലേക്കാണ് ഇനി പോകുന്നത്. ഇനിയിപ്പോൾ പീൽ ഓഫ് ചെയ്യാൻ തോന്നാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കോൺഫിഗറേഷനിലോട്ട് കിടക്കുകയാണ്. കോൺഫിഗറേഷൻ നമ്മൾ ഡിഫാൾട്ട് IP അഡ്രസ് 0.1 1.1 ആയിരിക്കണം. അതുപയോഗിച്ച് റൗട്ടർ ആക്സസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡിഫാൾട്ട് കോൺഫിഗറേഷൻ ചെയ്യണം. ഡിഫാൾട്ട് IP അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുത്ത് ബാക്കി ടൈം സോൺ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ അവിടെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം ഫുള്ള്. ഇനി ഇതിനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വൺ മെഷ് വഴി ഇതെല്ലാം റേഞ്ച് എക്സ്റ്റൻഡ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ അതിൽ കണക്ട് ചെയ്യാൻ പകരം ലാപ്പിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ തൂക്കിട്ടേക്കാണ്. അതിനിടയിൽ ഫിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഒന്ന് കോൺഫിഗർ ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. ഇത് ബേസ് മാറ്റി ഇത് വർക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഇതിൽ ഒരു പോർട്ട് വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ വാറണ്ടിക്ക് അയക്കണം. തൽക്കാലത്തേക്ക് ഇത് മാറ്റി വെച്ചു. ഓട്ടോമാറ്റിക്കലി ഞാൻ കുറേ നേരം കോൺഫിഗർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, കൊടുത്തപ്പോൾ തന്നെ കോൺഫിഗർ. അപ്പോൾ വൈഫൈ ഇവിടെ എടുത്തിട്ടുണ്ട്. സ്പീഡ് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കോൺഫിഗറേഷൻ വേണ്ടി വന്നില്ല കേട്ടോ. ആൾറെഡി നമ്മൾ സാറ്റലൈറ്റ് മോഡിൽ കിടന്നത് കാരണം വേറെ കോൺഫിഗറേഷൻസ് ഒന്നും വേണ്ടി വന്നില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് നമ്മുടെ റീസെറ്റ് ചെയ്ത് കാണിച്ചു. ഞാൻ ഒരെണ്ണം റീസെറ്റ് ചെയ്തു, കോൺഫിഗർ ചെയ്ത് നോക്കിക്കൊടുത്തപ്പോഴാണ് ഓക്കെ. അപ്പോൾ അവിടെ വൈഫൈ കറക്റ്റ് ആയിരുന്നു. നമുക്ക് ഇവിടെ ഒക്കെ ചെക്ക് ചെയ്യാനുള്ളത് നെറ്റ്വർക്ക് കറക്റ്റ് ആണോ, കണക്റ്റ് ആയിരിക്കുന്നത്. 1000 Mbps ഫുള്ള് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഫയൽ നമ്മൾ ആക്സസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സ്പീഡ് എന്നുള്ളത്, ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ. അവിടെ ഫുൾ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ പറഞ്ഞ കണക്ക് അവിടെ ലിങ്ക് അഗ്രിഗേഷൻ കൂടെ ചെയ്യണം, അത് ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ, ഒരു വലിയ ഫയൽ നോക്കട്ടെ. വലിയ ഫയൽ വർക്കൗട്ട് അല്ലേ ഇത്? 4 മണിക്കൂർ ഫുട്ടേജ് ഉണ്ട്, അത് എടുക്കില്ല വലിയ ഫയൽ? അല്ല, 2.57 GB, ഒരു 3 GB വരുന്ന ഒരു ഫയൽ. ഓക്കെ, ഇതോ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 10 സെക്കൻഡ്സേ നമുക്കൊരു 2 GB ഫയലിന് എടുത്തോളൂ.